ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമൻ അജ്മഈൻ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ വഅൻത ഖൈറു മൻ സക്കാഹാ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓപ്പോസിറ്റ്സ് ഉള്ള സിഫയിൽ നാലാമത്തെ സിഫാണ് നോക്കുന്നത്. എന്താ പേര്? അൽ ഇത്ബാഖ് അൽ ഇൻഫിതാഹ്. ഓക്കെ, അൽ ഇത്ബാഖ് ഓപ്പോസിറ്റ് അൽ ഇൻഫിതാഹ്. ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാവിൻ്റെയും മേലെ അണ്ണാക്കിൻ്റെയും ഇടയിലായി ശബ്ദത്തെ ബന്ധിച്ചു നിർത്തുന്നില്ല. അതായത് സൗണ്ട് ഇങ്ങനെ കംപ്രസ്ഡ് ആയിട്ട് പ്രഷറൈസ്ഡ് ആയിട്ടൊന്നും നിൽക്കണില്ല. ഓക്കെ, ഒരു ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ പിക്ചർ നോക്കാം. ഈ രണ്ട് പിക്ചർ കണ്ടാലും നോക്കിയാൽ കാണാൻ പറ്റും. നാവിൻ്റെ അറ്റം ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ ശബ്ദത്തിനെ ടൈറ്റാക്കിയിട്ട് മേലേക്കായിട്ട് നിൽക്കൊന്നുമല്ല. ചിലപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കും, ചിലപ്പോൾ അടിയിലേക്ക് താഴത്തെ പല്ലിൻ്റെ ഉൾഭാഗത്ത് ടച്ചായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ എന്താണ് സൗണ്ട് അങ്ങനെ ഒരു കംപ്രഷൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാവിൻ്റെയും മേലെ അണ്ണാക്കിൻ്റെയും ഇടയിലായിട്ട് സൗണ്ട് അങ്ങനെ കംപ്രസ്ഡ് ആയിട്ടൊന്നും നിൽക്കണില്ല. ഓക്കെ, കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഈസി ആയിട്ട് പറയാൻ പറ്റും ഒന്നും കൂടി. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? പിന്നെ 25 അക്ഷരങ്ങൾ, ഇത്ബാഖിൻ്റെ 4 അക്ഷരങ്ങൾ സ്വാദ് ദോദ് തോവോ, അതൊഴിച്ചുള്ള ബാക്കി 25 അക്ഷരങ്ങൾ ഏതാണ്? ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങളാണ്. ഓക്കെ, ഇനി ഇത്ബാഖ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്ബാഖ് ഈ ഒന്നാമത്തെ ബ്ലോക്കിൽ എഴുതിയത് നാവിൻ്റെയും മേലെ അണ്ണാക്കിൻ്റെയും ഇടയിൽ ശബ്ദത്തെ ബന്ധിച്ചു നിർത്തുന്നു. അതായത് സൗണ്ടിനെ നാവിൻ്റെ മേലെ അണ്ണാക്കിൻ്റെ ഇടയിലായിട്ട് സൗണ്ട് ഇങ്ങനെ കംപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഒരു പ്രഷറൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇത്ബാഖ് ലെറ്റേഴ്സിന് അങ്ങനെയാണ്. അതെന്താ? നാവിൻ്റെ ഷേപ്പ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. മഖ്റജിനനുസരിച്ചിട്ടാണ് നാവിൻ്റെ ഷേപ്പ് അങ്ങനെ ആവുന്നത്. ഓക്കെ, ഇത്ബാഖിൻ്റെ 4 ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? സ്വാദ് ദോദ് തോ വോ. ഇത് ഇതിൻ്റെ എഴുത്തിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ആ വായൻ്റെ ഉള്ളിലത്തെ ആ ഷേപ്പ് കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെ 4 ഇങ്ങനെ അല്ലേ? സ്വാദ് ദോദ് തോ വോ. ഓക്കെ, അപ്പോൾ പിക്ചർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ്? ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ നാവിൻ്റെയും മേലെ അണക്കിൻ്റെ ഇടയിൽ ശബ്ദത്തെ ബന്ധിച്ച് നിർത്തുന്നു. അപ്പോൾ നാവും പല്ലും ഇവിടെ അങ്ങനെ മുട്ടി നിൽക്കുകയാണ്, കണ്ടോ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണ്? സൗണ്ട് ഇവിടെ ഇങ്ങനെ പ്രഷറൈസ്ഡ് ആയിട്ട് കംപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, നല്ല പ്രഷറിൽ നിൽക്കുകയാണ് സൗണ്ട്. അപ്പോൾ അതാണ് ഇത്ബാഖ്. നേരെ മറിച്ച് ഇപ്പുറത്ത് ഇൻഫിത്താഹിന് എന്താണ്? സൗണ്ട് അങ്ങനെ കംപ്രസ്ഡ് ആയിട്ട് നിൽക്കണില്ല. കാരണം നാവിൻ്റെ അറ്റം കമ്പാരിറ്റീവ്ലി ഫ്രീ ആണ്. ഇത്ബാഖ് ലെറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫിത്താഹിൻ്റെ ലെറ്റേഴ്സിന് എന്താണ്? നാവിൻ്റെ അറ്റം കമ്പാരിറ്റീവ്ലി ഒന്നും കൂടി ഫ്രീ. മോളിങ്ങനെ മുട്ടി ഇങ്ങനെ നിൽക്കുന്നല്ല. ഇനി ഇത്ബാഖ് ലെറ്റേഴ്സ് എന്താണ്? ആദ്യം ഫസ്റ്റ് സ്വാദ് അല്ലേ? അപ്പോൾ എങ്ങനെ പറഞ്ഞു നോക്കി? സോ സോ എസ് സോ എസ് സോ. നാവിൻ്റെ പിന്നെ എന്താണ്? തൊർഫുൽ ലിസാന് മുകളിലേക്കാണ് നിൽക്കണേ അല്ലേ? മുൻതഹ തൊർഫുൽ ലിസാന്. സ്വാദിൻ്റെ മഖ്റജ് ഏതാണ്? മുൻതഹ തൊർഫുൽ ലിസാന്, താഴത്തെ മുൻപല്ലുകളുടെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ മുൻതഹ തൊർഫുൽ ലിസാൻ അവിടെ ആണെങ്കിലും ബാക്കി എന്താണ്? തൊർഫുൽ ലിസാന് മുകളിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ സോ സോദ് സോ എസ് സോ എസ് സോ പറഞ്ഞു നോക്കി. അപ്പോൾ സൗണ്ട് അങ്ങനെ നാവിൻ്റെ ആ ഷേപ്പ് കൊണ്ട് സൗണ്ട് അങ്ങനെ കംപ്രസ്ഡ് ആയിട്ട് നിൽക്കുക ചെയ്യുന്നത്. നാവിൻ്റെ ബാക്ക് നന്നായിട്ട് ഉയരും, ഫ്രണ്ട് ഭാഗം നന്നായിട്ട് കുഴിയും. സൗണ്ട് മേലെ അണ്ണാക്കിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. ഓക്കെ, സോ സോലിഹ്. അതേപോലെ ദോദ്, അടുത്ത അക്ഷരം ഏതാണ്? ദോദ്. ഓക്കെ, വലദ്ദോ വലദ്ദോലീൻ അല്ലേ? ദോ പറയുമ്പോൾ എന്താണ്? നാവിൻ്റെ അറ്റം മുകളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. തൊർഫുൽ ലിസാന്, ഹാഫത്തുൽ ലിസാന് അല്ലെങ്കിൽ തൊർഫുൽ ലിസാന് മുകളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ? സൗണ്ട് അവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കാണ്. നാവിൻ്റെ മേലെ അണ്ണാക്കിൻ്റെ ഇടയിൽ സൗണ്ട് കുടുങ്ങിക്കിടക്കാണ്. അപ്പോൾ ബോ ബോ. അപ്പോൾ നല്ല ഹെവി ആയിട്ട്, അപ്പോൾ എന്താണ്? നല്ലൊരു പ്രഷർ ഉണ്ടാവും ഉച്ചരിക്കുമ്പോൾ. അതേപോലെ തന്നെ തോ തോ പറയുമ്പോഴും അതുതന്നെ പല്ല് മുളക്കണ ആ ഭാഗത്താണ് അല്ലേ? തൊർഫുൽ ലിസാൻ വെക്കുക. അപ്പോഴും നാവിൻ്റെ ഷേപ്പ് തന്നെ. ഈ 4നും നാവിൻ്റെ ഷേപ്പ് ഏകദേശം നാവിൻ്റെ ഒരുപോലെ തന്നെയാണ്. തോ തോ പറയുമ്പം നാവിൻ്റെ മുൻഭാഗം അവിടെ മുട്ടി നിൽക്കുകയാണ് മഖ്റജിൽ. അപ്പം വായൻ്റെ ഉള്ളിൽ സൗണ്ട് ഇങ്ങനെ കംപ്രസ്ഡായി കുടുങ്ങി
ഒരു പ്രഷർ കുക്കറിനോട് ഉദാഹരിക്കുകയാണെങ്കിൽ അതേപോലെ ഇങ്ങനെ കുടുങ്ങി നിൽക്കും. പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ പോലെ പോ സുൽത്താൻ. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത അക്ഷരം വോ, വോലിം, വോലിം. അപ്പോൾ ഈ അക്ഷരങ്ങൾക്കൊക്കെ ബാക്കി ഇസ്തിലാൻ്റെ അക്ഷരങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹെവിനെസ് കൂടും. കാരണം ഈ ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട്, ഈ ഒരു പ്രഷറും കൂടി ഉള്ളതുകൊണ്ട് നാവിൻ്റെ ബാക്ക് ഒന്നും കൂടി റേസ് ആവും, ഫ്രണ്ട് ഒന്നും കൂടി കുഴിയും. ഓക്കെ, സൗണ്ട് നേരെ മേലേക്ക് കേന്ദ്രീകരിക്കണം. എപ്പിഗ്ലോട്ടിസ് ഒന്നും കൂടി പുഷാവും. ഇനി ഇൻഫിറ്റാഹും ഇസ്തിലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ എന്താ നോക്കുക, ഓയിൻ്റെ മഖ്റജ് നോക്കുക. ഓയിന് എവിടെയാണ്? മറ്റേ ചെറുനാവിൻ്റെ അറ്റത്ത് നിന്നാണ് അല്ലേ നമ്മൾ പറയാം ഓ, അതിനൽ ഹൽക്ക് ഓ. അപ്പോൾ നാവ് ഇങ്ങനെ സോ ഒക്കെ പറയുന്ന പോലെ മുകളിൽ മുട്ടി നിൽക്കുന്നുണ്ടോ? ഓ ഇല്ലല്ലോ, നാവ് ഫ്രീ ആയിട്ടല്ല നിൽക്കുന്നത്, നാവിൻ്റെ അറ്റം ഓ. അപ്പോൾ എന്താണ് അവിടെ ആ ഒരു കംപ്രഷൻ, ആ ഒരു പ്രഷർ പോലെ വരണമൊന്നുമില്ല. ഓക്കെ, ഓ അല്ലേ. അതേപോലെ തന്നെ കോഫ് അക്സൽ ലിസാൻ സോഫ്റ്റ് പാലറ്റു അല്ലേ. കോഫിൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റം എവിടെയാണ് ഉള്ളത്? ഫ്രീ ആയിട്ട് നിൽക്കണം. ഓ പറയുമ്പോൾ ഫ്രീ ആയിട്ടാണ്. അപ്പോൾ എന്താണ് ഒരു കുടുക്കൊന്നും വരുന്നില്ല വായയിൽ. ഓക്കെ, ഒരു കുടുസാവണില്ല. അതേപോലെ തന്നെ ഹോ പറയുമ്പോഴും നാവിൻ്റെ അറ്റം ഫ്രീ ആണ്. അപ്പം എന്താണ് ഇൻഫിറ്റാഹാണ്. ഫ്രീ ആകുമ്പോഴെന്താണ് ഇൻഫിറ്റാഹ, കാരണം ഒരു പ്രഷറൈസ്ഡ് സൗണ്ട് അല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫിറ്റാഹാണ്, ഇൻഫിറ്റാഹ്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൻ്റെ സൈഡിൽ എന്താ എഴുതിയിട്ടുള്ളത്? ഇൻഫിറ്റാഹിൻ്റെ അക്ഷരങ്ങളിൽ നാവിൻ്റെയും മേലെ അണ്ണാക്കിൻ്റെയും ഇടയിൽ ശബ്ദത്തെ ബന്ധിച്ച് നിർത്തുന്നില്ല. ഓക്കെ, ശബ്ദം അങ്ങനെ കംപ്രസ്ഡ് ആയിട്ട് നിൽക്കണില്ല, ഒരു ബന്ധനസ്ഥമായ നിലയിൽ നിൽക്കണമൊന്നുമില്ല. നേരെ മറിച്ച് തുബാക്കിൽ എങ്ങനെയാണ്? തുബാക്കിൻ്റെ അക്ഷരങ്ങളിൽ നാവിൻ്റെയും മേലെ അണ്ണാക്കിൻ്റെയും ഇടയിൽ ശബ്ദത്തെ ബന്ധിച്ച് നിർത്തുന്നു. ഓക്കെ, ഒരു ശബ്ദം എന്താണ് ബന്ധനസ്ഥ ആയ നിലയിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇൻഷാ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.